ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡാറ്റ ഡീകോഡർ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട്. 4-5 വർഷമായി, എനിക്ക് പ്രായമായി, ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ കോണ്ടൻറ്റ് ക്രിയേഷൻ ഞാൻ ബ്രേക്ക് എടുക്കാനൊരു കാരണമുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പോയി പറയാം. ഇത് കുറച്ച് ലെങ്ത് വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് ഈ ടൈറ്റിൽ ഇഷ്ടമുള്ളവർ, കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക. എനിക്ക് പ്രാകരുത്, കാരണം ഇത് നീട്ടി പറയാതെ പറ്റില്ല. ബിക്കോസ് ഇതൊരു ഷോർട്ട് ജേർണി അല്ലായിരുന്നു. ഒരു ഹൗസ് വൈഫിൽ നിന്നും ഒരു സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എനിക്കൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഇത് ഒരു കുട്ടിയുണ്ട്. അത് ബുദ്ധിമുട്ടാണെന്ന് ചോദിച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്ക് നോക്കണം. വില്ലേജൊന്നും ഇല്ലല്ലോ കൂടെ. സോ ഞാനിങ്ങനെ എവിടെ നിന്ന് തുടങ്ങണം? എൻ്റെ അവനാഴിയിലെല്ലാം അമ്പുകളും ഉണ്ടായിരുന്നു കറക്റ്റായിട്ട്. ആ ഒരു കാര്യത്തിൽ ഞാൻ ബ്ലെസ്ഡ് ആയിരുന്നു. ബിടെക് ഇൻ IT, MTech in CSE. അത് കഴിഞ്ഞ് आई वॉज वेरी वेरी फ्लुएंट इन इंग्लिश, आई वुड से, और मुझे हिंदी भी अच्छी तरह से आती है. സോ ബിഫോർ കമ്മിങ് ഹിയർ ഞാൻ കേരളത്തിലാണ് പഠിച്ചിരുന്നതൊക്കെ. പക്ഷേ അല്ലാതെ തന്നെ എനിക്ക് ഈ 2 ലാംഗ്വേജും നന്നായിട്ട് വഴങ്ങുമായിരുന്നു. അപ്പോൾ എൻ്റെ ആവനാഴിയിൽ അമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. MTech കഴിഞ്ഞിട്ട് എനിക്ക് തീരെ ഇല്ലാതിരുന്നൊരു സാധനമാണ് കോൺഫിഡൻസ്. കാരണം ഞാൻ ആയുർവേദ ഡോക്ടറാണ് നടന്നിരുന്ന വ്യക്തിയാണ്. ഞാനിങ്ങനെ വന്ന് പെട്ടുപോയി IT ഇൻഡസ്ട്രിയിൽ, കമ്പ്യൂട്ടറിൽ. എനിക്ക് വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്തു നന്നാവാതിരിക്കാൻ. പക്ഷേ ജോലി എന്നുള്ളതൊരു സത്യമാണ്, എല്ലാവർക്കും വേണം, പൈസ വേണം ജീവിക്കാൻ. അപ്പം അങ്ങനെ നമ്മൾ MTech കഴിഞ്ഞ വഴി കല്യാണമൊക്കെ കഴിഞ്ഞു, വേഗം കുട്ടിയായി. ഇതിനൊന്നും എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല, സ്വന്തം കയ്യിലിരിപ്പ്. കുട്ടിയൊക്കെ ആയി. പക്ഷേ അതിൻ്റോടൊപ്പം ഡിപ്രഷൻ എല്ലാവർക്കും ഇപ്പം അറിയാവുന്നതല്ലേ. പോസ്റ്റ്മോർട്ടമൊക്കെ നല്ല രീതിക്ക് വന്നു. 2.5 വർഷത്തോളമായിരുന്നു എൻ്റെത്. അതെനിക്ക് മനസ്സിലായത് പക്ഷേ 2.5 വർഷം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. കാരണം ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഇത്രയും ഇതിനെപ്പറ്റി ടോക്കൊന്നുമില്ല. പിന്നെ എൻ്റെ പാരൻസിനാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഉള്ളവരാണെങ്കിലും എൻ്റെ ഗ്യാങ്ങിലെ ഞാനാണ് ആദ്യം കുട്ടിയായ ആൾ. ഞാനാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നത്. സോ അതിൻ്റെ ഒരു ഇതിൽ നമ്മൾ ഹൗസ് വൈഫ് എന്നുള്ളൊരു, സത്യമായിട്ട് എൻ്റെ കണ്ണിൽ അത് കുറച്ച് താഴെയായിരുന്നു. കാരണം ഞാൻ വളർന്നു വരുമ്പോൾ ഏറ്റവും റെസ്പെക്റ്റ് കിട്ടാത്തൊരു ഫീൽഡായിരുന്നു ഇത്. ഞാൻ പഠിച്ചതും കഷ്ടപ്പെട്ടതും എല്ലാം റെസ്പെക്റ്റ് കിട്ടാനായിരുന്നു. ജോലി കിട്ടുന്നതിലും ഉപരി ജോലി എനിക്ക് നേടിത്തരാൻ സാധ്യതയുള്ള ഒരു റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അതിനെയാണ് ഞാൻ ഒരുപാട് കൊതിച്ചത്. അപ്പോൾ കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് എന്നോടൊരു ദേഷ്യമൊക്കെ, അങ്ങനെ കണ്ണാടി പോലും നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുമ്പോഴാണ് ഞാൻ ഹസ്ബൻഡിൻ്റെ ഒപ്പമായിരുന്നു. കുഞ്ഞിനെയൊക്കെ നോക്കി നമ്മളങ്ങനെ അറിയാൻ പാടില്ലാത്ത കുക്കിങ് MTech വരെ പഠിച്ചെന്നേ ഉള്ളൂ. അടുക്കളയുടെ പുറത്തുകൂടെ പോയിട്ടില്ല. ഭക്ഷണം ഉണ്ടാക്കാനുള്ള മടി കാരണം കർക്കിടക പോലും ഇങ്ങനെ വഴിക്ക് പോയിട്ടില്ല. എല്ലാത്തിനും കൂടെ ചേർത്ത് ഞാൻ 2 വർഷം പ്രായശ്ചിത്തം ചെയ്തു. അതിനുശേഷം ഹൗസ് വൈഫ് ലൈഫ് നമുക്ക് പറ്റിയ പണിയില്ലെന്ന് മനസ്സിലായി തുടങ്ങി. അതിൻ്റെ ഇടയ്ക്കാണ് ജോലിയൊക്കെ തപ്പും കേട്ടോ. എപ്പോഴും നമ്മൾ നൗക്കറിയിലൊക്കെ തപ്പി ചെല്ലും, ഇൻ്റർവ്യൂവിലൊക്കെ മാക്സിമം സ്വതപ്പൽ. കാരണം എന്താ, നമുക്കിപ്പോൾ ആകെ ഒന്നും ഓർമ്മയില്ല, ബ്രെയിൻ ആകെ ബ്ലാങ്കാണ്. എന്ത് ബിടെക് എന്ത് MTech, ആകെ കൊച്ചിനെ നോക്കാനറിയാം. ഈ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൊറോണ വന്നത്. കൊറോണ വന്നപ്പോൾ എന്തായി, ആകെ ഉണ്ടായിരുന്ന ലേബലും പോയി. ഹൗസ് വൈഫ് എന്നുള്ള ലേബലും കൂടി എൻ്റെ നെറ്റിൽ നിന്ന് പോയി. ഒന്നുമില്ലാതായി പെട്ടെന്ന്. നാട്ടിൽ പോയി കുഞ്ഞിനെയും കൂട്ടിയിട്ട്, കുഞ്ഞിന് ലങ്സ് ഇഷ്യൂസ് ഭയങ്കരമായിരുന്നു. സോ ഞാൻ അവനെയും കൂട്ടി നാട്ടിൽ വന്നു. പിന്നെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. അപ്പോൾ മറ്റെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞാനും ഒരെണ്ണം തുടങ്ങി. പക്ഷെ ഞാൻ തുടങ്ങിയത് കുട്ടിപ്പാട്ടുകളും എൻ്റേത് കുറേ വിക്രയങ്ങളുടെയും ചാനലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നീ വൃത്തികേടൊക്കെ ചെയ്തിടുന്ന നേരം നിനക്ക് എന്തായാലും ഡാറ്റ സയൻസ് ഒക്കെ ആയിരുന്നു എൻ്റെ ഫീൽഡ്. അന്ന് ഞാൻ ജോലി എടുക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഡാറ്റ സയൻസിൻ്റെ, ഞാൻ ആക്ച്വലി ബ്രഷപ്പ് ചെയ്യായിരുന്നു അത്. ഓക്കെ, ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ എനിക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ നന്നായി പഠിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് വീഡിയോസ്. പക്ഷേ ആ വീഡിയോസ് കണ്ടിട്ട് പലരും ഞാനൊരു ഡാറ്റ സയൻറ്റിസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്നു എന്നുള്ള രീതിയിലൊരവസ്ഥ വന്നപ്പോഴാണ് ഞാൻ ശരിക്കും നിർത്തിയത്. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ബി ഫേക്ക്. എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഫേക്ക് വെച്ചിട്ട് ആരെങ്കിലും പറ്റിക്കുന്ന പോലെയൊക്കെ തോന്നി. അതൊന്നും എനിക്കിഷ്ടമില്ല, ഈഗോ. സോ ഞാനതങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ്. പിന്നെ അതുമല്ല, ഇതാണെന്ന് കേട്ടോ പക്ഷെ എല്ലാത്തിൻ്റെയും തുടക്കം. കാരണം എൻ്റെ ആദ്യത്തെ ജോലി എനിക്ക് കിട്ടുന്നത് ഈ വീഡിയോ ചെയ്തിട്ടാണ്. ഇതിലെ പൈത്തൺ സീരീസ് ഓർമ്മയുണ്ടോ? പൈത്തൺ സീരീസിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പൈത്തണിൻ്റെ ഒരു റെക്കോർഡഡ് ക്ലാസ്സസിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. ആ റെക്കോർഡഡ് ക്ലാസ്സസിൽ വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് വെച്ചിരുന്ന കണ്ടൻ്റ് എടുത്ത് മറിച്ച്
അതും ഒരു റീസണാണ്. കാരണം ചെയ്യാൻ കഴിച്ച കണ്ടൻറ്റ് നമ്മൾ ഇനി വേറെ എവിടെയും ചെയ്യില്ല എന്ന് കൊണ്ട് ഒപ്പിട്ട് കൊടുക്കണേ. അപ്പം അങ്ങനെ മറച്ചു പോയി. അത് കാരണം ഞാൻ പിന്നെ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ പിന്നെ നമ്മുടെ മനുഷ്യസഹജമായ മടിയും പിന്നെ കുടുംബത്തിൽ കുറേ ഒരു കല്യാണമൊക്കെ വന്നു. അപ്പം അങ്ങനെ മടി പിടിച്ചു പോയതാണ് ഈ ചാനൽ മുരടിച്ചു പോയിട്ടുള്ള കാരണം. പക്ഷേ ഇത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് ഇപ്പോഴും റെലവൻറ്റാണ്. ഒരുപാട് പേരെയായി ഞാൻ കാണുന്നു ഹൗസ് വൈഫ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കരിയർ ബ്രേക്ക് എടുത്തിരിക്കുന്നു, ഇനി അങ്ങോട്ട് എങ്ങനെ പോകും എന്നറിയാത്തൊരവസ്ഥ. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബിൽ നിന്നാണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് കണ്ടിട്ട് എനിക്ക് ഒരു റെക്കോർഡ് ക്ലാസ് കിട്ടി, അതൊന്ന്. പിന്നെ ഇത് കണ്ടിട്ട് എൻ്റെ പഠിപ്പിച്ച സാറ് നമുക്ക് ക്ലാസ് എടുക്കുമല്ലോ, കമ്പ്യൂട്ടർ ക്ലാസ്സസ്. ആരൊക്കെ ഈ കൊറോണ ടൈമിൽ പിള്ളേർക്ക് എല്ലാവർക്കും കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സസ് ഒരുപാട് ഫേമസ് ആയി. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ക്ലാസ്സസ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, അങ്ങനെ ഒരു സൈറ്റ് മാനേജ് ചെയ്യുന്ന ഒരു സൈറ്റ്, അതിൽ കയറി അപ്ലൈ ചെയ്തിട്ട് നമുക്കത് കിട്ടി. ബിക്കോസ് ലാംഗ്വേജിൽ കമാൻഡ് ഉണ്ടായിരുന്നു. സോഫ്റ്റ് സ്കിൽസ് വെർ ഓൾവേസ് മൈ ബെസ്റ്റ് സ്കിൽ. അപ്പോൾ അതിൽ കമാൻഡ് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് സുഖമായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കിട്ടി. അന്ന് ഞാൻ ലാപ്ടോപ്പ് പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. ഇതിപ്പോൾ അവർ കാണുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഇത് ചെയ്യുമ്പോൾ അവർ കാണുമായിരിക്കും. അവരുടെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് എനിക്ക് ആക്ച്വലി ലാപ്ടോപ്പും ഇല്ല, ഇൻ്റർനെറ്റും ഇല്ല. ലാപ്ടോപ്പ് ഞാൻ അടുത്ത വീട്ടിലൊരു പയ്യൻ്റെ നിന്ന് കടം വാങ്ങി. ഇൻ്റർനെറ്റ് എൻ്റെ സിസ്റ്ററിനിലോണ്ട് കുറച്ച് സ്പീഡ് ഇൻ്റർനെറ്റ് ആയിരുന്നു. അങ്ങനെ കള്ളത്തരം കാണിച്ചിട്ടാണ് ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായത്. കാരണം ഇത് രണ്ടും വേണം. ബേസിക്കലി നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് കോഡിങ് പഠിപ്പിക്കുമ്പോൾ ബേസിക് റിക്വയർമെൻറ്റാണ് സ്വന്തമായൊരു ലാപ്ടോപ്പും ഒരു സ്റ്റേബിൾ ഇൻ്റർനെറ്റും. ഇത് രണ്ടും ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്കൊരാഴ്ച സമയം വേണമെന്ന് പറഞ്ഞു. ആ ഒരാഴ്ചയുടെ ഉള്ളിൽ ഞാൻ ഗോൾഡൊക്കെ പ്ലെഡ്ജ് ചെയ്തിട്ട് ലാപ്ടോപ്പ് വാങ്ങി. കാരണം എന്താ വെച്ചാൽ ലോൺ എടുക്കാൻ പേടി. സ്വർണ്ണാകുമ്പോൾ സ്വന്തം അച്ഛനമ്മ തന്നാണല്ലോ, അവരോട് ചോദിക്കണ്ടല്ലോ. കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. ബട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ലാപ്ടോപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ലാപ്ടോപ്പൊന്നും വേണമെന്നില്ല ജീവിക്കാൻ. പക്ഷേ കോഡേഴ്സിന് വേണം കേട്ടോ. എനിക്ക് കോളേജ് പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു, അത് കേട് വന്നതായിരുന്നു ആ സമയത്തേക്ക്. സോ അങ്ങനെ ലാപ്ടോപ്പ് കിട്ടി. ഇൻ്റർനെറ്റ് ഓഫ് കോഴ്സ് ഞാൻ വേറെ എടുത്തു. ഞാൻ അപ്പോഴത്തേക്ക് എൻ്റെ മോൻ കുറച്ചായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് മോനൊരു 2 വയസ്സുള്ളപ്പോഴാണ്, 2.5 വയസ്സ്. അന്ന് മോൻ്റെ നാപ്പ് ടൈം ഉണ്ടല്ലോ, അപ്പോഴാണ് നമ്മൾ ക്ലാസ് എടുത്തിരുന്നത്. ഞാൻ മോനെ ഉറക്കി കിടത്തും, അമ്മയുടെ അടുത്ത് കിടത്തും. അമ്മയുണ്ടായിരുന്നു ലക്കിലി, അമ്മേൻ്റെ മദറിലൊക്കെ ഉണ്ടാവും. ഈ ലക്കിലി പറയാൻ കാരണം നാട്ടിലായിരുന്നു, നമ്മൾ പുറത്തായിരുന്നെങ്കിൽ നാപ്പ് ടൈം തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതൊക്കെ നടന്നു കാണുമെന്ന് എനിക്കറിയില്ല. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു മൈ ജേർണി. അപ്പോൾ 3 hours നമ്മൾ കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ട് ക്ലാസ് എടുക്കും. അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. 3 hour മുഴുവനൊന്നും അവൻ ഉറങ്ങില്ല, 2 മണിക്കൂർ ഉറങ്ങും. അത് കഴിഞ്ഞ് അവൻ വീട്ടിൽ കളിക്കും. അപ്പോഴത്തേക്കും ഞാൻ അവിടെ ചെല്ലും. സോ അവൻ അത്ര ചേഞ്ച് ഫീൽ ചെയ്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വലുതാകുമ്പോൾ നമുക്ക് കേൾക്കാം ഇതിൻ്റെ കഥ. അത് കഴിഞ്ഞ് 3 മണിക്കൂർ ഞാൻ 6 മണിക്കൂറാക്കി. കാരണം മോനെയും ട്രെയിൻ ചെയ്യിക്കണം, പിന്നെ നമ്മളെയും ട്രെയിൻ ചെയ്യിക്കണം. കാരണം ആസ് എ ന്യൂ മദർ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിനെ വിട്ടുപോവുക എന്ന് പറയുന്നത്. ആക്ച്വലി അവരെക്കാൾ ബുദ്ധിമുട്ട് നമുക്കാണ്. കാരണം അവർക്കിത് അറിയില്ല, അവർക്ക് അവരുടെ അമ്മയെ കാണുന്നില്ല എന്നേ അറിയുള്ളൂ. പക്ഷെ നമുക്കറിയാം നമ്മൾ നമ്മുടെ കരിയർ ചൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ കുഞ്ഞിന് നമ്മളെ കാണാത്തത്. അതിൻ്റെ ഒരു ഗിൽട്ട് ഉണ്ടല്ലോ, മോം ഗിൽട്ട് ഇസ് റിയൽ. സോ ഇത് ഇപ്പോൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന എനിക്കാണ് മോം ഗിൽട്ട്. അപ്പോൾ പിന്നെ പോയി ചെയ്യുന്നവരുടെ കാര്യം പറയണ്ടല്ലോ. അത് കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ വലിയ രീതിയിലൊന്നും കഷ്ടപ്പെട്ടില്ല, പക്ഷെ കുറച്ചൊക്കെ അങ്ങനെ ചെയ്തിട്ട് ഈ റെക്കോർഡ് ക്ലാസ്സസിൽ ഞാൻ 2 പ്ലാറ്റ്ഫോംസ് മാറി ചെയ്തു. ആ സമയത്ത് തന്നെ എനിക്ക് വേറെയും ഈ യൂട്യൂബ് വീഡിയോസ് ഇടുന്നതുകൊണ്ട് വേറെ റെക്കോർഡ് ക്ലാസ്സുകൾ വന്നു. 2 റെക്കോർഡ് ക്ലാസ്സും ചെയ്തു. പിന്നെ അതായത് നമ്മുടെ കഴിവുകളങ്ങ് കാണിച്ചാൽ മതി. നമുക്കുണ്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വരും. ഓക്കെ, എവിടെ നിന്നാണെങ്കിലും വരും. നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ വരും. അപ്പോൾ എനിക്ക് അങ്ങനെ 2-3 ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ഞാനതൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ഒരു രാത്രി പെട്ടെന്ന് എനിക്ക് തോന്നുകയാണ്, ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ കിട്ടുന്ന ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ മതിയോ? എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊരു ഡ്രീം ഉണ്ടായിരുന്നു. ഐ വോണ്ടഡ് എ സ്റ്റേബിൾ ജോബ്, അഗെയിൻ റെസ്പെക്റ്റബിൾ ജോബ്. അങ്ങനെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ എന്ന് പെട്ടെന്ന് ഒരു രാത്രി ബോധോദയം വന്നിട്ട് കുട്ടീനിട്ടിട്ടൊന്നും പോയില്ല. നമ്മൾ രാത്രി നൗക്കരിയിലില്ല എല്ലാ ജോലിക്കും ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മറ്റേത് ഭയങ്കര സ്ക്രൂട്ടിനിയൊക്കെ ചെയ്തിട്ട് ഇവിടെ ഉള്ളത് ചെയ്യുള്ളൂ, അങ്ങനെ ചെയ്യുള്ളൂ, ഇങ്ങനെ ചെയ്യുള്ളൂ. ഇതൊക്കെ കൊറോണ ടൈമിലാണെന്ന് ഓർക്കണേ. ബിക്കോസ് എനിക്ക് കൊറോണ ടൈമിലായതുകൊണ്ടാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടുന്നത്, വർക്ക് ഫ്രം ഹോമുള്ള ഓപ്പർച്യൂണിറ്റീസ്. അങ്ങനെ നമ്മൾ നൗക്കരിയിലെ എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്തു. അതിൽ
ഇൻറ്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല കേട്ടോ, അതും വേണമല്ലോ പറയാം. കാരണം കണ്ണ് പൂട്ടി ഞാൻ അങ്ങനെ ടിക്കറ്റ് അപ്ലൈ ചെയ്ത് പോയി. എന്നിട്ട് ഞാൻ കടന്നുറങ്ങി. പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് കമ്പനിയിൽ നിന്ന് എനിക്ക് കോൾ വന്നത്. വേറെയും കുറച്ച് കോൾസ് വന്നു, ഒന്നും കിട്ടിയില്ല. കിട്ടിയ കാര്യം പറയാമല്ലോ, കിട്ടിയത് ഇൻറ്റേൺഷിപ്പാണ്, 0 സാലറി ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ ഒരുപാട് നല്ല റെപ്യൂട്ടഡ് കമ്പനികൾ ഇൻറ്റേൺഷിപ്സ് ഓഫർ ചെയ്യും. ചിലർ വിത്ത് സാലറി ഓഫർ ചെയ്യും. എൻ്റെ കമ്പനി വിതൗട്ട് സാലറി 3 months ആണ് ഓഫർ ചെയ്തിരുന്നത്. നമുക്കൊക്കെ പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ എന്താ ഉണ്ടായിച്ചാൽ നമുക്ക് 3 മാസം സാലറിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ പൈസ കണ്ട് പഠിച്ചല്ലോ. സോ ഞാൻ ആ 3 മാസം 9 to 9 ആണ് വർക്ക് ചെയ്തത്. അതായത് അവേഴ്സ് കൊടുക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് കോഡിംഗ് ക്ലാസ്സസിൽ നിന്ന് പൈസ കിട്ടിയിരുന്നത്. ഞാൻ എൻ്റെ ഇൻറ്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമുള്ള ടൈം ഞാൻ കോഡിംഗ് ക്ലാസ്സസ് എടുത്തു. അപ്പോൾ ഈ ഒരു ഫുൾ പീരീഡിൽ എനിക്ക് ഏറ്റവും വലിയ പണി കിട്ടിയത്, എൻ്റെ കൊച്ചിനെ ഞാൻ കയറി, ഇത് 1 വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞിനെ ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് ചേർത്തിട്ടുണ്ടായിരുന്നു, LKG. ഏറ്റവും വലിയ പണി അതായിരുന്നു. ബാക്കി ഈ 2 ഇൻറ്റേൺഷിപ്പും എന്നെ തളർത്തിയില്ല, കോഡിംഗ് ക്ലാസ്സസും എന്നെ തളർത്തിയില്ല, ഇതെന്നെ തളർത്തി. അപ്പോൾ അത് 3 പണിയായിരുന്നു ഞാൻ പാരലലി 3 മാസം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവരും സജസ്റ്റ് ചെയ്തു, എൻ്റെ ഇപ്പോഴത്തെ കമ്പനി സജസ്റ്റ് ചെയ്തു, നിങ്ങൾ ജോലി വിടരുത്, കാരണം ഉറപ്പില്ല, ഇൻറ്റേൺഷിപ്പ് പെർമനൻ്റ് ആവുന്ന ഉറപ്പില്ലല്ലോ. അപ്പോൾ അവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് നമുക്ക് വിടണ്ട എന്ന് തന്നെ അവരും പറഞ്ഞു. അപ്പോൾ ഞാനത് വിടാതെ, 2ഉം വിടാതെ കൊണ്ട് നടത്തി. 3 മാസം കഴിയുന്നതിന് മുന്നേ തന്നെ എനിക്കിവിടെ പെർമനൻ്റ് ആയി കിട്ടി. അവിടുന്ന് പിന്നെ വെച്ചടി കയറ്റം ആയിരുന്നു. അതായത് ലക്കിലി ഒക്കെ ഭാഗ്യം കൊണ്ടും കഷ്ടപ്പാടുണ്ട്, പക്ഷെ ഞാൻ ഭാഗ്യവും പറയും. ഈ ഇൻറ്റേൺഷിപ്സ് വളരെ നല്ലൊരു പാത്താണ് ഈ കരിയർ ബ്രേക്ക് എടുത്തവർക്കും എൻ്റെ പോലെ ഫാമിലി ബ്രേക്ക് എടുത്തവർക്കും. എൻ്റെ പോലെ എന്ന് പറയാൻ കാരണം ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ കുഞ്ഞൊക്കെ ആയി ഫാമിലിക്ക് വേണ്ടിയൊന്നും അല്ല, ആക്ച്വലി ജോലി കിട്ടാത്തതുകൊണ്ട് പോയതാണ്. അപ്പോൾ എനിക്കുള്ളൊരു പാത്ത്, വർക്കിംഗ് പാത്ത്, ഇത് നടക്കും. കാരണം ഇൻറ്റേൺഷിപ്പിന് കയറി കഴിഞ്ഞാൽ നമുക്ക് കഴിവുണ്ടെന്ന് അവരെ കാണിച്ചു കഴിഞ്ഞാൽ, അതും വേണം കേട്ടോ, കഴിവുണ്ടെന്ന് അവരെ കാണിച്ചു കഴിഞ്ഞാൽ അത് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നിങ്ങൾ കയറിയതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ജോലി സ്ഥിരമായിട്ട് കിട്ടും. 2nd ഇയർ ആയപ്പോഴേക്കും ഞാൻ സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി. ഇപ്പോൾ ഞാൻ ശരിക്കും വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പറാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ അതിൻ്റെ കുറേ നോയ്സൻസ് ഉണ്ട്, പക്ഷേ ഞാൻ ന്യൂവാൻസസ് ഉണ്ട് അതിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ചാനലിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് 2 പാത്തായിരിക്കും ആക്ച്വലി. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പൈത്തണിൻ്റെ ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യും. ബിക്കോസ് ഐ എം സ്റ്റിൽ എന്തൂസിയാസ്റ്റിക് അബൌട്ട് ഇറ്റ്. ഞാൻ ഇപ്പോഴും അതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്. അതിലെ കാര്യങ്ങൾ എനിക്ക് പലപ്പോഴും ഉപയോഗപ്പെടാറുമുണ്ട് എൻ്റെ ഓഫീസിൽ. അതുകൊണ്ട് ഞാൻ അത് കണ്ടിന്യൂ ചെയ്യും. കാരണം ഒരുപാട് പേർക്ക് അത് ഇഷ്ടമാണെന്ന് തോന്നി, ആവശ്യമുണ്ടെന്ന് തോന്നി. മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറവല്ലേ. പിന്നെ ഇതിൻ്റെ വെബ് ആപ്ലിക്കേഷൻ വേറൊരു പ്ലേലിസ്റ്റ് തുടങ്ങാം, HTML, CSS, Node.js ബേസിക്സ്. അതിൻ്റെ ഒരു ഇൻട്രോ വീഡിയോയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ജോലി കിട്ടാതെ ഇഷ്ടപ്പെട്ടിരിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല വഴിയാണ്, കോളേജ് വിദ്യാർത്ഥികളായാലും ആരായാലും കേട്ടോ, ആർക്കായാലും ജോലി കിട്ടുന്നില്ല എന്ന് പറയരുത്. ഇൻറ്റേൺഷിപ്സ് ആർ ഓൾവേസ് ദെയർ. അപ്ലൈ ചെയ്യൂ, കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും, അത് നിങ്ങൾക്ക് ആരും കുറഞ്ഞിരിക്കില്ല. അത് കഴിഞ്ഞിട്ട് കമ്പനീനെ അത് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ആണ്. പിന്നെ ഗഡ്സ് ഫോളോ ചെയ്യണം. നിങ്ങൾക്കറിയാം പലതരം കമ്പനികളുണ്ട് നമ്മുടെ മാർക്കറ്റിൽ. അതിൽ കുറച്ച് നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് അവരോടുള്ള ഇൻട്രാക്ഷൻസിൽ നമുക്ക് ഫീൽ ചെയ്യും, ഈസ് ദിസ് വർത്ത് ഇറ്റ്. പിന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് ഡൗൺ ആണ്, അങ്ങനെയൊക്കെ പലതും കേൾക്കും. പക്ഷേ സ്കില്ലിന് ഇന്നും വിലയുണ്ട്, സ്കില്ലിന് ആവശ്യമുള്ളവർ ഇന്നും മാർക്കറ്റിലുണ്ട്. അപ്പോൾ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം. എൻ്റെ ത്രൂ ഔട്ട് ഈ ജേർണിയിൽ എൻ്റെ കോഡിംഗ് ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സത്യം പറഞ്ഞാൽ ബ്രഷപ്പ് ചെയ്തത് എൻ്റെ കമ്പ്യൂട്ടർ സയൻസ് ബേസിക്സ്. കാരണം എല്ലാം ഞാൻ മറന്നു വരുന്നു. അപ്പോൾ ആ കോഡിംഗ് ക്ലാസ്സസിൽ വേറൊരു കാര്യം ഉണ്ടായിരുന്നു, എന്താ വെച്ചാൽ ഞാൻ സെൽഫ് മാർക്കറ്റ് ചെയ്യാൻ പഠിച്ചു. കാരണം നമ്മൾ പാരൻസിൻ്റെ അടുത്ത് നമ്മുടെ ക്ലാസ്സിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കണമല്ലോ. സോ സെയിൽസ് സോർട്ട് ഓഫ്. അപ്പോൾ അത് പഠിച്ചു. അത് 2ഉം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സെൽഫ് മാർക്കറ്റിംഗ് പഠിച്ചതിന് ശേഷമാണ് എൻ്റെ കോൺഫിഡൻസ് ഇഷ്യൂസ് ഒരുപാട് ഒഴിവായി കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കയറിയത്. അപ്പം നമ്മളീ പറഞ്ഞ വഴി തന്നെ പോകണം എന്നില്ല. നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക സ്വയം. നിങ്ങൾക്ക് എന്താണ്, എന്തോ ഒരു എലമെൻറ്റ് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. ആ എലമെൻറ്റ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ കിട്ടും, കിട്ടാതിരിക്കുകയൊന്നുമില്ല. ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിലും യൂട്യൂബ് ഈസ് ഫ്രീ. സ്റ്റാർട്ട് എ ചാനൽ, സ്റ്റാർട്ട് ലേണിംഗ്, സ്റ്റാർട്ട് പുട്ടിങ് ഔട്ട് യുവർ കണ്ടൻറ്റ് ഔട്ട് ദെയർ.
ആർക്ക് നിങ്ങൾക്ക് കഴിവുണ്ട്, കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഇത് ഉപകാരപ്പെടും. സോ ഷോർട്ട് ആൻഡ് സിമ്പിൾ, എൻ്റെ വഴി കോഡിംഗ് ഇൻസ്ട്രക്ടർ, ഇൻറ്റേൺഷിപ്പ്, ദെൻ ദ ജോബ്. അതായിരുന്നു ഇൻറ്റേൺഷിപ്പാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ ഒരു കമ്പനിയിൽ കയറിക്കൂടാനുള്ള വഴി. ഓക്കെ, I hope this is useful for everyone. So I'll be making a English and Hindi video of the same content.